അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ച് നിർത്തിയിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുകൂടിയുണ്ട്. ചിലർ ചോദിക്കുന്ന അങ്ങനെ അനുസ്മരിച്ചാ പോരെ, എന്തിനാ അതിന് ചീരണിയൊക്കെ? ചീരണി വേണം. റുബ്ബമാ ദബഹ ശാത യുഖത്തിഉഹാ അളാഅൻ ഫയുർസിലു ഇലാ സദാഇഖി ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്നതോടൊപ്പം അവിടുത്തെ ചരിത്രവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് അതിനെ കഷ്ണങ്ങളാക്കി ഭാഗങ്ങളാക്കി ഭാഗിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കുന്ന പതിവുണ്ടായിരുന്നു. അതേ ഒരു ഭക്ഷണം അനുസ്മരണത്തിന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുക എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. മരിച്ചവരെ പേരിലുള്ള ഹദിയ, അതിന് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട്. ബാപ്പമാരുടെ മേലുള്ള ഹദിയകളൊന്നും നിർത്തരുത്. അല്ലേ? സ്ഥാനവും ബഹുമാനവും മക്കളെ കൽബിൽ കുറവാണ് എന്നുള്ളതിന്റെ അടയാളാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ചില സ്ഥലത്തോ കാണാല് ബാപ്പ മരിച്ചാല് 3, 7, 15, 40 പിന്നെ ഒരാണ്ട്, അത് കഴിഞ്ഞാ പിന്നെ ബാപ്പ കഴിഞ്ഞു, പിന്നെ ഉമ്മയും കഴിഞ്ഞു. ബാപ്പയും ഉമ്മയും കഴിയാനായിട്ടില്ല. നീ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം, എത്ര കാലം നിന്റെ മക്കൾ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം അവര് നിന്നെ ഓർക്കണമെന്നും നിനക്ക് ഹദിയ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നില്ലേ? അതിനാദ്യം ബാപ്പക്കുമ്മക്ക് ആദ്യം ചെയ്യണോ? പിന്നെ അത് പറഞ്ഞ് പിന്നെ ഏതെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ 100 രൂപ കൊടുത്തേക്കും. ബാപ്പ മരിച്ച മാസമാണ്, ഉമ്മ മരിച്ച മാസമാണ്, ഒന്ന് ദ്വാരക്കണം, ഇന്നാണ് ആണ്ടിന്റെ ദിവസം, 100 രൂപ മതിയാ? പോരാ, പോരാൻ തന്നെയാണ്. പോരാ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, പോരാൻ തന്നെയാണ്. ഇപ്പൊ ഈ ആണ്ടിനിവിടെ നല്ല അറിവ് നടത്തി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കിൻഡൽ കണക്കിന് ഇറച്ചിയാണ് ഉസ്താദ് അവരുടെ പേരിൽ ഇവിടെ വിതരണം ചെയ്തത്. ഇനിയും വിതരണം ചെയ്യാതിരിക്കുന്നു. ഇനിയില്ല ജീരന്, ഇനിയുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് 50ഉം 10ഉം 20ഉം അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ ഏറ്റെടുത്ത് സഹകരിച്ചവരുണ്ട്. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോടുള്ള മഹബത്തിന്റെ ഭാഗമായത് സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം അതിൽ സംബന്ധിച്ച് സഹകരിച്ചോ അവരുടെ എല്ലാവിധ ഹലാല ലക്ഷ്യങ്ങളും നീ ഹാസുലായി കൊടുക്കണേ അല്ലാഹ്. അത് വലിയൊരു മഹബത്തിന്റെ ഭാഗമാണ്. ഉപ്പാനോട് മഹബത്തുണ്ടോ എന്നാ ഒരാണ്ടും നിർത്താൻ പാടില്ല. നിർത്തിയവരൊക്കെ തുടങ്ങണ ആണ്ട്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജോലി ഇട്ടിട്ടൊന്നുമില്ല, പരിപാടി ഉണ്ടാകാൻ വേണ്ടി മൂലര് പറഞ്ഞാന്ന് കരുതണ്ട. ആണ്ട് വേണം. അത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്തിനാ നമ്മൾ നിർത്തിയത്? നമ്മൾ ഭാഗമൊക്കെ ഓരിച്ചെടുത്തില്ലേ? സ്വത്തൊക്കെ അനന്തര സ്വത്തൊക്കെ ഭാഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലേ? ആ ബാപ്പയും ഉമ്മയും നമുക്ക് നൽകിയ നന്മ ഏതെങ്കിലും കാലത്ത് സഹോദരങ്ങളെ അത് നമുക്ക് ഇല്ല എന്നോ അല്ലെങ്കിൽ തീർന്നുപോയി എന്നോ പറയാൻ ഏതെങ്കിലും കുട്ടിക്കടിയോ? പാപ്പയും ഉമ്മയും തന്ന നന്മയിലല്ലേ നമ്മൾ ഇന്നും ജ്വലിച്ച് നടക്കുന്നത്. എല്ലാ നന്മകൾക്കും സബബ് അവരല്ലേ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരാൻ കാരണം. അവരോടുള്ള ദുആ, ആ ദുആഇനെപ്പോഴും അവസാനമുണ്ടോ? മരിച്ചു കഴിഞ്ഞാലും ബാപ്പക്കും ഉമ്മക്കുമുള്ള ഹക്ക് ഉണ്ടോ? ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയെ, എന്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം എനിക്ക് അവരോട് ഹക്ക് ബാക്കിയുണ്ടോ? ഉണ്ട്, അവരോട് ഹക്കുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഹക്കുകൾ എന്തൊക്കെയാണ്? അദ്ദുആഉ ലഹുമാ. ആദ്യമായി തങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ അതുവരെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. തുല്യതയുണ്ടോ സഹോദരങ്ങളെ ആ ദുആഇന്? എത്ര ദ്വാരുന്നാലും മതിയാകുമോ? ബാപ്പയും ഉമ്മയും തന്ന സേവനത്തിന് ദുനിയാവിൽ എന്ത് കൊടുത്താലാണ് മതിയാകുന്നത്? എന്ത് റഹ്മത്ത് അവർക്ക് ചെയ്താലാണ് അതിന് ഓഹരിയാകുന്നത്, ഭാഗമാകുന്നത്?
നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ മുഴുവനും കൊടുത്താലും അതിന് പകരമാകുമോ? ഇല്ലല്ലോ. എല്ലാ സമ്പത്തും സ്വതക്ക ചെയ്താലും പകരമാകുമോ? ഇല്ലല്ലോ. അത്രമാത്രം വലിയ റഹ്മത്തല്ലേ അവര് നമുക്ക് ചെയ്തത്. അതിന് തുല്യതയില്ലല്ലോ, അതിന് കണക്ക് പറയാനൊക്കില്ലല്ലോ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നീ പ്രത്യേകം പൊറുക്കലിനെ തേടണം. വ ഇൻഫാദു അഹദിഹിമാ, ബാപ്പ